ഹലോ, ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെറുപയറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായി അരക്കപ്പ് ചെറുപയർ ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളൊരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് ഇത് നന്നായി വേവിക്കാൻ വയ്ക്കാം. ഇനി കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലേക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ, ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിന് മുന്നേ ഈ ചെറുപയർ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തേങ്ങ അരച്ചതുണ്ടല്ലോ, അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കടുക് താളിച്ചെടുക്കാം. അതിനായി വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും അല്പം കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ താളിച്ച കടുകുണ്ടല്ലോ, അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.